ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ മോളെ, അയ്യോ മോളെ, ദേ മോളെ. പുതിയ വേഷം കെട്ടലായിരിക്കും. ആട്ടും തൊലിട്ട ചെന്നായിയുടെ വേഷം. രാഖി, നീ എന്തൊക്കെ നാടകം കളിച്ചാലും എന്റെ മോളെ ഞാൻ വിട്ടുതരില്ല. ഈ വന്ദന എല്ലാ ദുഃഖങ്ങളും സഹിച്ച് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെന്റെ ദേമോൾക്ക് വേണ്ടി മാത്രമാണ്. വന്ദനെ പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിനക്കെന്നെ അടിക്കണോ? അടിച്ചോ. എന്റെ അമ്മയും രാജീവേട്ടനും ഉണ്ടായിരുന്നപ്പോ ഞാൻ അവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. അവരൊരിക്കൽ തണല്, ആ കരുതൽ ഒന്നും തിരിച്ചറിഞ്ഞില്ല. എന്റെ അഹങ്കാരം കൂടിയത് കൊണ്ടായിരിക്കും ദൈവം അവരെ നേരത്തെ അങ്ങ് വിളിച്ചത്. ഏട്ടനും അമ്മയും പോയതിനു ശേഷം ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയൊരു തോന്നൽ. ആ ഒറ്റപ്പെടൽ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്ന് ഭയന്നപ്പോഴാ ഞാൻ ദീമോളെ കാണാൻ സ്കൂളിൽ പോയത്. ഇപ്പൊ വന്ദനെ കാണാൻ വന്നതും അതുകൊണ്ട് തന്നെയാ. പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്കണം. മോളെ, രാഖി എന്റെ ഉപദ്രവിക്കാൻ വന്നതല്ല. നീ എന്റെ രാജീവേട്ടന്റെ മോളാ. നിന്റെ സ്വന്തം അപ്പച്ചിയാ. വന്ദനെ, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? ദിയമോൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം പാർലറിലേക്ക് പോവാം. പ്ലീസ്. മീനു, ഇതാരാ? ഞങ്ങളെയൊക്കെ മറന്ന് നീ നിന്റെ വഴിക്ക് പോയെന്നാ വിചാരിച്ചത്. നിന്റെ അച്ഛമ്മ വർഷമോളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുക. അതുകൊണ്ടാ നിന്നെ എവിടെങ്ങും കാണാത്തതല്ലേ? നിനക്ക് വല്ലാതെ ബോറടിച്ചു അല്ലേ? മോനെ, നിന്റെ ഭാഷ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അമ്മയ്ക്കാ. ഓ, അച്ഛമ്മ എന്ന് വരുമോ? വർഷമോളുടെ പ്രസവം കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂന്ന്. ഫോൺ വിളിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് നിന്നെ കുറിച്ച് ചോദിക്കാനേ സമയമുള്ളൂ. നിന്നെ നന്നായിട്ട് നോക്കണമെന്നാ അമ്മ പറയുന്നത്. നീയെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ജീവനാ മോനെ. ഓ, നിനക്ക് സംസാരിക്കാൻ പറ്റാത്തോണ്ടാ അമ്മയെ ഫോണിൽ വിളിക്കാത്തതെന്ന്. എന്തിനാ ഈ പണം? ഓ, നീ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നോ? ആ പണം എന്തിനാ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീട്ടുന്നത്? എന്റെ കയ്യിൽ പണമൊന്നുമില്ലെന്ന് നിനക്കറിയാമെന്നോ? സ്വന്തം ആൺമക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഈ അച്ഛന്റെ മനസ്സ് നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ മോനെ. വളർത്തച്ഛന്റെ പട്ടിണി മാറ്റാൻ നീ പോയി കൂലിപ്പണി എടുക്കുന്നു അല്ലേ? ഇതുപോലെ വീണ് കിട്ടുന്ന സന്ദർഭങ്ങളില
നമ്മളൊക്കെ ജീവിക്കുന്നു എന്ന് തോന്നുന്നത്. ഈ പണമെല്ലാവേ ഞാൻ സ്വീകരിച്ചതായിട്ട് നീ കരുതിക്കോ. എന്നിട്ട് അച്ഛൻ മനസ്സ് നിറഞ്ഞ് നിനക്ക് തന്ന പണമാ ഇതെന്ന് കരുതി നീ കൈ വെച്ചോ. വേണ്ട യ്യോ, വേണ്ട മോനെ. എടാ, മോനകത്ത് പോയി ചായ കുടിച്ചിട്ട് വാ. എന്റെ രക്തത്തെ പിറക്കാത്തവനാ, പക്ഷേ എന്റെ മനസ്സ് തൊട്ടറിയാൻ ഇവന് പറ്റുന്നു. ദൈവമേ, നീ എന്തിനാ ഇത്രയും നല്ല മനസ്സുള്ള ഈ കുഞ്ഞിനെ സംസാരിക്കാൻ പറ്റാത്തവനെ ജനിപ്പിച്ചത്? ശരി. ആക്സിഡന്റ് ആണ്. ഭാഗ്യം, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കാറ് വന്ന് ബൈക്കിലിടിച്ചതാ. കാറുകാരൻ ബ്രേക്ക് ഇട്ടതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അയ്യോ മോളെ, അയ്യോ മോളെ, ദേ മോളെ. മാനത്തെ കൊട്ടാ